എല്ലാവരും വന്നേ, 1A നിന്ന്. അറിയാലോ, ഇന്നാണ് NSS ക്യാമ്പിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ. നാളെ ബെസ്റ്റ് വോളണ്ടിയർ ഉൾപ്പെടെ ഒരുപാട് സർപ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ മിന്നിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നാളെ സ്റ്റാർ ആകാം. എന്തിനാ ചേട്ടാ, ക്രിസ്മസിന് വെക്കാനാണ്? ആരാളെ രസികൻ? തോന്നി. എടാ നീ വന്നേ, ആ തൂമ്പയും കിടത്തേ. നിനക്ക് സ്റ്റാർ ഷേപ്പിലൊരു വേസ്റ്റ് കുഴി കുത്താനുണ്ട്. അപ്പോൾ എല്ലാവരും പണി തുടങ്ങിക്കോ. ഓ, ഇത് കുറച്ചുണ്ടല്ലോ. ഇതെന്റെ ഇവിടുത്തെ ആൾക്കാരൊന്നും വൃത്തിയാക്കത്തില്ലേ? ഡയറിക്കില്ല, അതല്ല നമ്മളെ വിളിച്ചേ. ഇതൊക്കെ അയക്കുന്നുണ്ടാവും. എന്താ മോളെ, മേടിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? എന്നാ വാ, പെട്ടെന്ന് പണി എടുക്കാം. പെട്ടെന്ന് എടുത്ത അടുത്ത പണി പെട്ടെന്ന് കിട്ടും. ഒന്ന് പോടി, ഇതൊക്കെ നിസ്സാരം. ഇതെവിടുന്ന ഈ സൗണ്ട്? ഹലോ ഹലോ, ആർക്കെങ്കിലും എന്നെ കേൾക്കാമോ? ഹലോ ഹലോ. എന്നാ പിന്നെ പോച്ച പറിച്ചു തുടങ്ങാം. ഉച്ചയാ? ഉച്ചയല്ലടി പട്ടി, പോച്ച, അതായത് വയസ്സായ പിള്ളേ. വയസ്സ് പുല്ലിനൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരൊക്കെ ഉണ്ടാവും. അതാണ് എങ്ങനെ പറയാ, പുല്ലിങ്ങനെ ഇപ്പൊ എന്താ പുല്ലെന്ന് തന്നെ പറയും. ഇതെന്ത് മനുഷ്യരായത്? ചെവിയും കേൾക്കത്തില്ല. എടോ, ഒരു നിങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ട്, നിങ്ങൾക്കൊന്ന് മൈൻഡ് ചെയ്തൂടെ? നബാ പുല്ല് പറിക്കാം. എടീ, ഈ പുല്ല് പറിക്കാനൊക്കെ വെച്ചാലേ കൈയൊക്കെ മുറിഞ്ഞ് എനിക്കിതൊരു ശീലമുള്ള പരിപാടി. പിന്നെ എനിക്കാണെ ഇതെല്ലാ ദിവസവും ഇതാണല്ലോ പണി. പിന്നെ എന്തിനാ കേട്ടിരിക്കുക വന്നേ? അത് നമ്മുടെ സോഷ്യൽ സർവീസും അല്ലാണ്ട് ആക്ടിവിറ്റി പോയിന്റ്സ് എന്നല്ലേ? നബാ ഒരു സാധനം കാണിച്ചു തരാം. നീ ഇത് കണ്ടോ? അത് തന്നെ. ഓഹ് എൻ്റെ ദൈവമേ, നീ എത്ര നാളുകൊണ്ട് ഞാൻ ഈ തൊണ്ടോട്ട് കിടന്ന് വിളിക്കുന്നു എന്നെ ഒന്നെടുത്ത് മാറ്റാൻ. എന്ന് പെട്ടെന്ന് മാറ്റുമോ മക്കളെ? എന്താ അതൊരു കല്ലല്ലേ? മാറ്റിയാലോ? എന്തിന്? നിനക്ക് ഭ്രാന്തുണ്ടോ? നീ കുറച്ചു എന്തോ പൂച്ചയോ എന്തൊക്കെയോ പറഞ്ഞില്ലേ? അപ്പൊ അതന്നെ എടുത്ത് പറിക്ക. എടാ പോലടാ, ഇനിയും കൂടെ പോയാൽ വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി പോളോ. എടീ, നീ എന്തിനു പറഞ്ഞ? എന്നാ പോട്ടെ, എനിക്ക് തോന്നിയായിരിക്കും. അല്ലല്ല, തോന്നിയതല്ല. ഇവരിത് എങ്ങനെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും? ഈ ഒരു തേങ്ങയും പറയണ്ട. കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, കണ്ണും മൂട്ടി ഇൻവെസ്റ്റ് ചെയ്തോ. നീ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത നാളത്തെ മമ്മൂട്ടിയാണ് ഈ ഇവിടത്തെ. പിന്നെ നിനക്കറിയാലോ എനിക്ക് ഈ പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന്. എടാ വല്ല ഫ്രോഡ് പരിപാടി ആയിരിക്കും. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ കഴിഞ്ഞ ആഴ്ചയിലടാ ഞാൻ മറ്റേ മീനും മനു ബ്രേക്കപ്പ് ആവെന്ന് പറഞ്ഞത്. എന്നിട്ട് എന്തായി? ഞാൻ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവരടിച്ച് പിരിഞ്ഞില്ലേ. പിന്നെ എന്നാള് ഇന്നെ കൂട്ടത് മന്തി കഴിക്കാൻ പോയില്ലേ? പോകുമ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞതാ പോവണ്ട ആൾക്ക് വയറൽത്തം പിടിക്കുമെന്ന്. എന്നിട്ട് എന്തായി? 2 ദിവസം, ഒന്നല്ല 2 ദിവസമാണെങ്കിൽ മറ്റേ ഓർമ്മിക്കണ്ട, എടാ പറ്റിക്കടവര്. പറ്റിക്കൊന്നുമില്ല, അവരങ്ങനെ പറ്റിക്കുന്ന കമ്പനിയൊന്നുമല്ല. കുതിര അന്നെ പറ്റിച്ച കാര്യമല്ല പറയണത്, ഇത് ചെളി കാലിനും പറ്റിയതാ. ഫോണിയൊന്നും ഞാൻ വിളിക്കാം, ഫോണിൽ ഒന്ന് താഴ്ത്തുക. ചെളിയിലും മറ്റിടത്തും ചവിട്ടിട്ട് എന്റെ ഏത്തങ്ങാണ് ചവിട്ടാൻ വന്നാണല്ലോ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ഈ പൊട്ടന്. ഇതിപ്പോ എന്താ സംഭവം? ഇതെന്താ തൊഴിലുറപ്പാ? അല്ല ഏട്ടാ, ഈ NSSന്റെ ക്യാമ്പിന്റെ ഒക്കെ വർക്കായിട്ട് വന്ന. അല്ല, നമ്മൾ ഈ കോളേജിലെ പിള്ളേരൊക്കെ കൂടിയിട്ട് നാടും സമൂഹവും ഒക്കെ. തിരിച്ചിക്കലൊക്കെ ചെയ്യണവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ നാട്ടിൽ കുറച്ച് അറിയപ്പെടുന്ന ആളായത് കൊണ്ട് പറയണ കേട്ടോ, ഇവിടെ ഇതേപോലത്തെ കുറേ സ്ഥലമുണ്ട് വൃത്തിയാക്കാൻ. അതിലൊരു സ്ഥലമാണ് നേരെ പോയിട്ട് വലതുവശത്ത് കണ്ടൊരു വീടുണ്ട്, കാണാൻ പോലും പറ്റൂല. അതായിട്ട് അവിടെ വീടില്ലേ? അതല്ല, അവിടെ ഒരു വൃത്തിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ പണിയായിട്ട് നേരെ അങ്ങോട്ട് പോയിക്കോ. അതെന്റെ അച്ഛൻ്റെ വീടാ.
അയ്യോ ചേട്ടാ, നമ്മൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും വീടും അങ്ങനെയൊന്നും ചെന്ന് വൃത്തിയാക്കാറില്ല. ഓ ഐ സീ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് ഓർമ്മ. ഓ അന്നൊക്കെ എത്ര പുല്ലുകർച്ച കയ്യായത്. ആ ഇത് വിട്. പിന്നെ നമ്മളെപ്പോലത്തെ യുവതലമുറയ്ക്ക് കുട്ടിനെ പറയുന്നത് നമ്മളെപ്പോലത്തെ ശരി, ശരി. യുവതലമുറയ്ക്ക് അല്ല, അത് ഞാൻ ആവശ്യമുള്ള വിളിച്ചിട്ട് പിന്നെ പറയാം. സാധനങ്ങളാണെങ്കിൽ, അല്ലേ? കോളേജ് കീറിയല്ലോ, ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ആരാണ് എന്താണ് അത് പിന്നെ ഞാൻ പറയാം, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ള ആളാണ്. നിങ്ങളാണ് അവിടുത്തെ വലിയ മേസ്തിരി. മേസ്തിരിയാ? ഞങ്ങളിവിടെ മറ്റേ പണിക്കൊന്നാണ്. എന്ത് പണി? അല്ല ഇതൊക്കെ വൃത്തിയാക്കാൻ. കേട്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ തൊഴിലുറപ്പാരൊക്കെ വന്ന് ഞാനാണ് ഏറ്റവും മുന്നിലുണ്ടാവുക. പിന്നെ അവരിൻ്റെ അത് സോറി ഞാനിൻ്റെ അത് പണി നടക്കില്ല എന്നാണ് അവർക്ക്. എന്നിട്ടാണോ സ്വന്തം വീട് പോലും വൃത്തിയാകാത്തെ? എൻ്റെ പൊന്നു ദിവ്യ, ഞാൻ പറഞ്ഞിട്ട് ഇതുപോലത്തെ ലോക്കൽ സെറ്റ് ഇൻട്രാക്ട് ചെയ്യില്ലെന്ന്. ചേട്ടാ പെർമിഷൻ ഒക്കെ എടുത്തിട്ടുള്ളതാണ്, വെറുതെ സീൻ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ മാത്രമല്ല വേറെ പലതും അറിയാം. ഓക്കെ ഓക്കെ, എന്നാൽ പണി നടക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. മോനോട് ഉണ്ടാവല്ലേ? ഓക്കെ ബൈ. വേണമെന്നില്ല. അതെ, പണി പെട്ടെന്ന് തീർക്കാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വൃത്തിയാക്കാനുണ്ട്. എടാ ഒക്കെ പെറുക്കി കളയടാ, കുറെ ഉണ്ടല്ലോ ഇത്. ആ കുപ്പിക്ക് എടുത്ത് കളാ. എന്തിനാണ് ഇതൊക്കെ? പണി ഒക്കെ പറിച്ചു കളാം. പിന്നെ എത്തിച്ചറ ഇത് പണി കളാം. അയ്യോ, അത് ഞാൻ രാത്രി കൾച്ചറൽസിന് വേണ്ടി ചെയ്ത് നോക്കിയതാ. അടുത്ത വർഷം വീസ കേട്ട് വരും ഞങ്ങളിപ്പോ. ശരി ചേട്ടാ. എടി എന്തിനാടി നീ ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്ന? ആ വെയില് കണ്ടില്ല, നിനക്ക് വയ്യാണ്ടാവില്ല, വല്ല കാര്യമുണ്ടോ? എത്ര നേരം അവിടെ തുള്ളിച്ചാടി നടക്കണ്ടായല്ലോ. അയ്യോ ഇത് അതൊന്നല്ല, ഇതൊന്ന് രാത്രിത്തെ കൾച്ചറൽസിനേക്കുള്ള. എടി വാ, അവിടെ പാട്ടൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി പാട്ട് പാടാം. വാ, ഇതാ അവിടെ. അതെ ഇപ്പൊ വരുന്നേ. എടാ നീ വരുന്നില്ല, അവിടെ പാട്ടുണ്ട്. വാ. എടി 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 ഇങ്ങ് വാ, അവിടെ പാട്ടുണ്ട്. ആ വാ. ഇളം പൂക്കൾ കാണുമോ, തിന്നലിനുള്ളിലെഴും തീരാമോ, നുരകളറിയുമോ, കുളിരലകൾ കാണുമോ, കരളിനുള്ളിലെഴും തീരാതാം, പൂക്കളും പുഴകളും അറിയില്ലല്ലോ, ഈ മിഴിയിലലിയും അനുരാഗ മധുരാലസ്യം, നമ്മൾ താനേ താനേ ഒന്നാകും കളിനിലാവിലോ, ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പരന്നാൽ പഴങ്കുലത്തെന്നൽ, കള്ളക്കണ്ണ് മനസ്സിൽ കുളിരുന്നില്ലേ, ഈ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നീ ഇതൊരു പോയില്ലേ? നിൻ്റെ കൂടെ വന്നവരെല്ലാവരും പോയല്ലോ. നീ ഇത് എത്ര പഠിച്ചിട്ടും കാര്യമല്ലോ ചെയ്ത്. നാളെ നമ്മൾ വീണ്ടും വീണ്ടും ഇതേ കണക്ക് തിരിച്ച് കളിച്ച് വരും. നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. ചേട്ടാ ഞാനിത് എവിടെയാ? നിങ്ങൾ ആരാ? ഷോ, ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു കൊച്ച് ഞാൻ ആരാൻ ചോദിക്കുന്നു. ഞാനോ? ഞാൻ ഇവിടുത്തെ ഒരു വലിയ പുള്ളിയാണ്. ഇവിടെ ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല. അല്ല 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 അല്ല, നിൽക്കണം നിൽക്കണം നിൽക്കണം. നിനക്കിത് ഞാൻ പറയുന്നത് കേൾക്കാവൂ? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടന് കാണാനും പറ്റുന്നില്ല. ചേട്ടനിത് എവിടെ നിന്ന് സംസാരിക്കുന്നേ? എൻ്റെ ഭഗവാനെ, എന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരു മനുഷ്യനായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. അല്ല നീ ഇതെവിടാ നിൽക്കുന്നേ? എന്താ ഇവിടെ ഒരു വലിയൊരു മരം കണ്ടോ? ഞാൻ അതിൻ്റെ ഇപ്പുറത്തുണ്ട്. നീ ഒന്ന് തല കുനിച്ച് നോക്കണേ, എനിക്ക് ഇച്ചിരി നീളം കുറവാണ്. മരം മരം ഞാൻ കണ്ട്, പക്ഷെ അവിടെ ഒന്നും ആരുമില്ല. ചേട്ടൻ എൻ്റെ മണ്ടയിലാന്നോ? നീ ഇത് ഏത് മരത്തിൻ്റെ അടുത്താണ് പോയി നിൽക്കുന്നത്? ഈ വഴീൻ്റെ അടുത്തുള്ള മരം തന്നെയാണോ? ആ അതെ. എന്നാൽ ഒരു സത്യം പറയട്ടെ, ആ മരത്തിൻ്റെ 2 കല്ല് കിടക്കുന്നുണ്ടോ? അതിൽ ഏറ്റവും വലിയ തലയെടുപ്പമുള്ള കല്ലാണ് ഞാൻ. എനിക്കറിയാം അത് വശ്യതയ്ക്ക് ഇച്ചിരി പാടാന്ന്, പക്ഷെ അതാണ് സത്യം. എന്തോ ചെയ്യാനാ, പാവം ഞാൻ. ചേട്ടൻ കല്ലോ മണ്ണോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോ. എന്നെ എന്തിനാ ഇവിടെ കെട്ടിയിട്ടേക്കുന്നേ? കെട്ടിയിടാനോ? നിന്നെ ആര് കെട്ടിയിടാനാ? ഇവിടെ ഞാനല്ലേ അനങ്ങാതെ കിടക്കുന്നത്. അല്ല അല്ല അല്ല, നിൽക്കട്ടെ, നിനക്കിത് എത്ര കല്ലാണെന്നാ പറഞ്ഞേ? ഒരുമാതിരി വട്ടം പിടിപ്പിക്കല്ലേ. എനിക്ക് ആകെ ഒരു കല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ഉരുണ്ട നല്ല കാണാൻ രസമുള്ള കല്ല് തന്നെയല്ലേ നീ കാണുന്നത്?
ആ ഒരു ചെളിപോരിൻ്റെ കല്ലല്ലേ, അത് ഞാൻ കണ്ട്. ചേട്ടൻ അതാന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ച്. അല്ല തമാശ. അങ്ങനെ പറ. ഇപ്പോഴാ കാര്യങ്ങൾ മനസ്സിലായി. നിനക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലേ? കൺഫേം നീയും കല്ല്. ആദ്യം പറഞ്ഞ നിങ്ങളല്ലാന്ന്, ഇപ്പം പറഞ്ഞ ഞാൻ കല്ലാന്ന്. നിങ്ങൾക്ക് പ്രാന്ത. നിങ്ങൾ ചുമ്മാ കളിക്കാണ്ട് കാര്യം പറ. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? എന്നെ ആരും ഇവിടെ കെട്ടിയിട്ടേക്കുന്നേ? ആ കൊള്ളാം. ഇതൊക്കെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചത്. അന്ന് എന്നെ കേൾക്കാനും പറയാനൊന്നും ആരും ഇല്ലായിരുന്നു. എന്തായാലും നീ ഭയങ്കര ലക്കിയാ. ഇന്ന് ഞാനുണ്ടല്ലോ നിനക്ക്. ചേട്ടാ കളിക്കല്ല ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ആ കൊള്ളാം. ഇവിടെ എനിക്കേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണ്ടല്ലേ? നിനക്ക് ഞാൻ പറയാതെ ഇതുവരെ വിശ്വാസമായില്ലേ? എന്ത് ചേട്ടൻ ഞാൻ 2 കല്ലാന്നുള്ളതോ? പിന്നെ വിശ്വസിക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്. നീ ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ആൾക്കാർ വരും. നീ അവരോട് സഹായം ചെയ്യും. അവർക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചോട്ട്. ദാണ്ട ആൾക്കാർ. ചേട്ടാ 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 എന്നെ കേൾക്കുന്നുണ്ടോ? ചിലപ്പോൾ നിന്നെ കേൾക്കാൻ പറ്റും. പെണ്ണിൻ്റെ ഒച്ച കേട്ടാൽ മാറാത്ത ടീംസ് ഇവിടുത്തെ മെയിൻ പൂവാലന്മാരാ. ഇതെന്താണ് കുറച്ച് നേരത്തെ എൻ്റെ പിള്ളേർ ഇവിടെ ഒന്ന് വൃത്തിയാക്കി പോരാ, അപ്പോഴേക്കും ഇത് ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ടത്. ഇതിങ്ങനെ എന്നല്ല ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയില്ല. ഇതാ ഇത്രേ ഉള്ളൂ. പിള്ളേര് പിള്ളേര് പറയുന്നുണ്ടല്ലോ, എവിടെ നിന്റെ പിള്ളേര്? ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് പിന്നെ വലിയ ബിസിയാണല്ലോ ചങ്ങായി. ആന്തറ അങ്ങനെ ടോക്ക്. പിന്നെ നീ എന്നെ പോലെ കേട്ടി അല്ലേ പഠിച്ചത്? ഇരിക്കുന്നത് ഇന്ത്യയിൽ കോടിക്കണക്കിന് തൊഴിൽ ഒഴിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞതാണ്. അത് നിന്നെ പോലത്തെ ഉണ്ടാക്കാമോട് പറയാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ ഒരു മാറ്റി നിർത്തല്. അവിടെ ഞാനൊരു എഴുതനല്ലേ. നിനക്കത്ര സപ്ലി ഉണ്ട്, കുറേ ഉണ്ടാകും. അതെല്ലാം എഴുതിയെടുത്തിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നീ വീട്ടിൽ ചോദ്യം കുത്തിയിരിക്കും. അപ്പോഴേ നീ ഒഫീഷ്യലി ഒരു തൊഴിൽ എഴുതാനാവത്തുള്ളൂ. എടാ നിന്നെപ്പോലത്തെ ഈ നാട്ടിനടുത്തണ്ടികൾക്ക് മുന്നിലേ നാളെ ഞാനൊരു ബിസിനസ് ടൈപ്പൂണായിട്ട് മാറും. അന്ന് നിന്നെപ്പോലെ ഈ പിച്ചവന്മാർക്കൊക്കെ അല്ലേ ഞാനൊരു പുഞ്ചിരി അങ്ങോട്ട് തരും, ഒരു പിച്ച പോലെ. അതിന് ഒരിക്കലും വിദൂരമല്ല. ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. പൊന്നിടാവേ ആടാണോ സ്കിപ്പ് ചെയ്യാൻ? എടാ വേണ്ട, അതിനിത് 0 പഠിച്ചിട്ടാ. അത് ഞാൻ മറന്നു. പ്ലീസ് കണ്ടിന്യൂ. അത് പിന്നെ ഒന്നുമില്ല. ഞാൻ വലിയ ആളാവും, എന്നിട്ട് നിങ്ങളൊക്കെ എത്തിയിട്ട് നാട് കിടന്ന് ചൊറിയും കുത്തിരിക്കും. ഓമ്പറ പലരെ നീ പറഞ്ഞ NSS ഇല്ലായിരുന്നു. അതാണ് ഞാനും ഇങ്ങനെ നോക്കണത്. ഇവിടെ എവിടെയോ കാണേണ്ടതാണ്, പക്ഷെ അറിയില്ല. എടാ എനിക്ക് പിന്നെ അത്യാവശ്യം ക്ലാബർ ഉണ്ടാണ്ട് സ്കിന്നൊന്നും ഉള്ളതായിട്ടല്ല. നോട്ട് മീ ബട്ട് യു. അങ്ങനെയാണല്ലോ, അപ്പം നിന്നെ ഇഷ്ടപ്പെടില്ല. ഇത് പോടാ, നീ ആളെ കാണിച്ചാണ്. അവൻ പോയെന്നാണ് തോന്നണത്. മൈ ഡിയർ ഫ്രണ്ടേ, വിശക്കുന്നതിനെ മന്തി കാണിച്ചു നോക്കുന്ന. എത്ര നാളായി ഒരു നല്ല കളക്ഷൻ കിട്ടി. എടാ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നടാ, എവിടെ പോയി എന്നാണ് ഞാൻ നോക്കുന്നത്. അതെങ്ങനെയാ? നിന്റെ കളിയും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. കോഴി വസന്തം പിടിച്ച നാടാ. ഉള്ള ജീവൻ കൊണ്ട് പോയി കാണാം. നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ കോഴിന്ന് മാത്രം വിളിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. എടാ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നതേ എല്ലാ റിയൽ മെനിനും ഉള്ളതാണ്. അതിന് ഞങ്ങൾ ഈ ബുദ്ധിജീവികൾ എന്തോ ലിബിഡോ കുബിഡോ എന്തോ വിളിക്കും. അതൊന്നും നിന്നെ പോലത്തെ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, നിനക്കുള്ള ഇവിടെ ഒന്നുമല്ല, കഴപ്പ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണെന്ന് കേട്ടാ അവിടെ വീഴും ഈ കോഴി. എടാ ചേട്ടാ ഈ കോഴിക്കൽ വീടാ അഭിജിത്തിൻ്റെ വീട്. ഇവിടെ എവിടെയോ ആണേ. എൻ്റെ ഫോണേ ഇവിടെ ഒന്ന് ചാർജ് തീർന്നു. ലൊക്കേഷൻ ഇവിടെ വരെ കാണിച്ചത് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് മറ്റേ നമ്മുടെ മറ്റേ CBSE കാണോ, അഭിജിത്ത്. അവനെയാണ് ഇപ്പൊ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. കുറെ കാലമായിട്ട് ഞാനവനെ ഒന്ന് ഓങ്ങി വെച്ചിരിക്കുക. ഇന്നോരൊരു പണി കൊടുക്കാം. ചേട്ടാ വഴി ഇവിടെ അടുത്താണോ? അല്ല, എന്താണ് ഈ ബാഗിൽ അങ്ങനെ പുറത്ത് പറയാൻ പാടില്ലെന്നാണ്. നിനക്ക് ലൊക്കേഷൻ വേണം? ലൊക്കേഷൻ വേണം. അത് ചിക്കൻ 65. നിന്റെ ഒരു ഫാൻ. ചേട്ടാ ഈ വഴി ഒന്ന് പറഞ്ഞു, നമുക്ക് പോയി വേറെ ഡെലിവറി ഉണ്ടായിരുന്നു. അഭിജിത്തിന്റെ ഇവിടെ അല്ലേ? ആ കോഴിക്കൽ അഭിജിത്ത്. അഭിജിത്ത് അഭിജിത്ത്. നേരെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് അടിക്കാം. റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് അടിക്കാം. റൈറ്റ് എടുത്തിട്ട് ലെഫ്റ്റ് അടിക്കാം. ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് അടിക്കാം. റൈറ്റ് ലെഫ്റ്റ് അതന്നെ. നേരെ പോവാ. റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ താങ്ക്സ്. എടാ അവൻ്റെ വീട് അവിടെ ഇല്ലയോ? പാവം, നമ്മളെ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതായിരിക്കും ചെക്കൻ. എടാ അതല്ല, അത് തെറ്റാ. ആ അഡ്രസ്സ് അവൻ്റെ വീട് അങ്ങോട്ടല്ല. ഹലോ എടാ അങ്ങോട്ടല്ല. എടാ അവൻ്റെ അഡ്രസ്സ് തെറ്റാ. പണി പാളി എന്നാ തോന്നുന്നത്. ഒന്നുമില്ല, റൈറ്റ് ലെഫ്റ്റ് അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
പിന്നെ അമ്മേൻ്റെ വയറുവേദന മാറി. അടി വാങ്ങിച്ചു തരാൻ. അല്ല നിങ്ങളല്ലേ പറഞ്ഞ നമ്മളെ ആർക്കും കേൾക്കാൻ പറ്റൂലെന്ന്, എന്നിട്ട് ഇതെല്ലാം അവൻ തിരിഞ്ഞു നോക്കിയല്ലോ. എടാ എല്ലാവർക്കും അത് കേൾക്കണമെന്നില്ല, എന്നാ ചിലർക്കെങ്കിലും ഒരു പിൻവീല് പോലെ അത് കേട്ടിരിക്കാം. അതൊക്കെ പോട്ട്. നീ അവരെ വിളിച്ചിട്ട് അവര് നിന്നെ കേട്ടില്ലല്ലോ. ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായോ നീ ഒരു കല്ലാണെന്ന്? അയ്യോ, അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ശരിക്കും കല്ലാണോ? അല്ല നമ്മളിനി എന്ത് ചെയ്യും? നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഒന്നും ചെയ്യല്ലേ, ഇങ്ങനെ എരിയാം. നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പോസ്റ്റ് ചത്തേന്. എനിക്ക് കല്ലാവണ്ട. എടി നീ ഒന്ന് ചുറ്റിനും നോക്കിക്കേ, എന്തൊരു സമാധാനം. ഒച്ചയില്ല, ബഹളവും ഇല്ല. ശരിക്കും പറഞ്ഞ ഇതല്ലേ സുഖം? ആണെന്നാലും ഒരെന്നാലും ഇല്ല. നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ല. നീ ഇതുവാ വരുന്ന രണ്ടുപേരെ കണ്ടേ? എന്താ നിനക്ക്? കളിയാ എന്റെ മറ്റേ മഞ്ഞക്കിളിയുടെ മഞ്ഞപ്പിത്തല്ലേ, അതുകൂടെ സെറ്റാണ്. കറക്റ്റ് മഞ്ഞപ്പിത്താ? എടാ എന്റെ പുതിയ പടടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു വേണ്ട. എടാ എനിക്കുന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഏത് കൊളാക്കി തരല്ലേ? അല്ലെങ്കിൽ നീ എന്നെ അറിയിക്കുന്നില്ലടാ. എന്റെ കഥ വല്ല കലാപമുള്ളവരെ ഞാൻ പറഞ്ഞോളാം. നിന്റെ മറ്റൊരു പടം ഉണ്ടായിരുന്നല്ലോ കോളേജിലിട്ട് തല്ലി ഓടിച്ചൊരു പടം. എടാ അത് മാനത്തൊരു മൈന. പേരിന്റെ അവസാനം ചെറുതായി ഒന്ന് മാറിപ്പോയിനോടാ കാലന്മാരെന്നെ തല്ലി. ചെറുതായൊന്ന് മാറിയത്. എടാ അക്ഷരബോധവും ഇല്ല. എന്നാ പിന്നെ വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? ഡാടാ നീ കളിയാക്കണ്ട, ഇതൊക്കെ എന്റെ സ്ട്രഗിളും പീരീഡാ. ഇത് കഴിഞ്ഞ മറ്റത്തെ കളറിലെ സിപ്പപ്പ്, തോരാത്ത വാനമേ റെയിൻ സ്റ്റോറി, ഇതൊക്കെ വന്ന എന്റെ മോനെ എന്റെ റേഞ്ച് പിടിച്ചിട്ട് അതിനെ മൂത്ത് അവരെ നിന്നെ തല്ലിക്കൊല്ലും. പോടാ നെഗറ്റീവ്. ഈ സ്പോട്ട് കൊള്ളാം, പെട്ട മതി പച്ചിപ്പം. ഇവന്മാരുടെ കാര്യം വലിയ കോമഡിയാ. ആ കറുപ്പിട്ടവൻ കുറെ നാളായിട്ട് ഒരു പെങ്കൊച്ചിന്റെ പുറകെ നടക്കുക. മറ്റവൻ ഏതോ വലിയ തിരക്കാത്തം കണ്ടാണ്. ഇവന്മാര് കുറെ നാളായിട്ട് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ട് പേടിച്ച് തിരിച്ചു പോകാ പടി. ഇന്നും അതൊക്കെ തന്നെയായിരിക്കും നടക്കുന്നത്. എന്റെ പൊന്നളിയാ, നമ്മൾ എന്തിനാ വന്നേന്ന് വല്ല ബോധം ഉണ്ടാവും എനിക്ക്? ആടാ എനിക്കറിയാടാ, നമ്മൾ ഈ 4 സിനിമയുടെ കാണാനായിട്ട് മറച്ചെടുക്കൊണ്ട് വന്നതല്ലേ. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ പുല്ലേ. 3-4 ദിവസമായി നീ എന്നെ കടന്ന് തിരിപ്പിക്കണ്. എടാ എൻ്റെ 4ാമത്തെ സ്ക്രിപ്റ്റിന് 3 ഡയലോഗ് ഇപ്പോഴും പെൻഡിങ്ങാ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണോ നീ? എടാ ഇന്ന് ഞാൻ പറയൂ, there is no turn back today. ആ കഴിഞ്ഞ 3 തവണ തന്നെ പറയാറ് നീ. വല്ല മാറ്റം ഉണ്ടാകോടാ അതിന്. എടാ എനിക്ക് അവളെ കാണുമ്പോ തന്നെ പോടാ. എന്ത് ധൈര്യം? ഞാൻ വിചാരിച്ചു അളിയാ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. എൻ്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കുവാടാ അത്. നീ വന്നേ. നിനക്കേ ഇപ്പം അവളുടെ അടുത്ത് നിൽക്കാൻ ഒരു മോട്ടിവേഷൻ അല്ലേ വേണ്ടത്? ഒരു ഇൻസ്പിറേഷൻ അല്ലേ വേണ്ടത്? ഉൾക്കെടുത്തല്ലേ വേണ്ടത്? എടാ എൻ്റെ അടുത്തൊരു വഴിയുണ്ട്. എൻ്റെ മധുരൻ്റെ പഴയാതി എടുക്കട്ടെ. എടാ മനസ്സിലൂടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഓരോ കഥ. എടാ 3-4 ദിവസമായിട്ട് ഇവിടെ അമ്പലത്തിൽ ഹൊറത്തിൽ എടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പം നീ കളിക്കുന്നോടാ? എൻ്റെ കഥയെ പൂച്ചിക്കുന്നോ? വേണ്ട മോനെ, എന്നെ പറഞ്ഞ ക്ഷമിക്കുക, എൻ്റെ കഥയെ പറഞ്ഞോണ്ടല്ലോ. എടാ നിനക്ക് കുറച്ച് ബോധക്കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷെ നീ എൻ്റെ ചങ്കല്ലേ, ഒന്ന് കൂടെ നിൽക്ക്. അവള് എടുക്കടാ, നോക്കി നിൽക്കാതെ. ഹലോ ഹലോ എടാ, എവിടാ? ഞാൻ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള പാടത്ത്. ആണോ? എടാ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന എന്തേലും ആണെങ്കിൽ നീ ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. വന്നാ പെട്ടെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. എന്നാ വരാം. ശരി. എന്താ അവള് വരുന്നുണ്ട്. അതിന് നീ എന്താ കിടന്ന് പേടിക്കണേ? എടാ ഇന്ന് നീ പറഞ്ഞു 4 മണി ഞാൻ വരില്ലേ. ഇത്രയ്ക്ക് പേടിത്തൊരു മനുഷ്യൻ എൻ്റെ കഥയിൽ പോലും ഇല്ല. നീയൊക്കെ എൻ്റെ ഫ്രണ്ടെന്ന് എനിക്ക് ലജ്ജാഭാവമാകുന്നു. പോടാ. അവരെവിടെയാ? അവരിവിടെ ഉണ്ട്. എന്നാ വാ, അവരുടെ ചെലവിലുള്ള കാശ് നമുക്ക് പോവാം. എനിക്ക് ഫുഡ് എന്ന് വിചാരം മാത്രമേ ഉള്ളൂ. ഒന്നേ അവരിവിടെ പാടത്താ, ഇവിടെ എന്തോ കിട്ടാനാ? ഓ എന്നാ വാ. എടേ നിനക്ക് എന്തെങ്കിലും ഫിഷ് ആയിട്ട് മണക്കുന്നുണ്ടോ? എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. നീ ഇവിടെ മണത്തോണ്ട് നിൽക്കാന്നൊന്ന് വരുന്നുണ്ടോ? എടേ ഫുഡിൻ്റെ കാര്യം നീ തൽക്കാലം ഒന്ന് മാറ്റി വെക്ക്. അതെ, അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു കാര്യം പറയാൻ തന്ന. ഓ അതിനിപ്പോൾ എന്താ? അതെ, ഒരു ആൺകൊച്ച് ഒരു പെൺകൊച്ചിനെ കുറച്ച് പേടിയോടെ വിളിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റേതാ. എവിടെ മറ്റേത്? എൻ്റെ കുഞ്ഞു പ്രപ്പോസല്. എനിക്ക് തോന്നുന്നത് ആ കിരൺ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അതിനാണ് അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത്. എന്താണ്? അല്ല അത് പറയുമ്പോൾ നിനക്കെന്തായാലും ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്നൊക്കെ പറയും. നിനക്കപ്പോൾ ഓക്കെ ആണോ? അവനെന്തോ ഒരു കുഴപ്പം? അവൻ ചുള്ളനല്ലേ? ചുള്ളൻ. അതെ,
ഒരു ഷോർട്ട് ഫിലിമിന് ഒരു തെറിപ്പേരിട്ട് ഇവിടെ മുഴുവൻ ചീത്തപ്പേര് കേൾപ്പിച്ച മഹാനാണ് അവൻ. അവൻ കഞ്ചാവാണോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഒരു ദിവസം അവൻ ഈ കിഡ്നി ടച്ചിങ് സ്റ്റോറി ഉണ്ട് കേൾക്കാവോന്ന് ചോദിച്ചതിന് യെസ് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വെടിയും പുകയായിരുന്നു. പൊന്നു മോളെ, സ്നേഹം കൊണ്ട് പറയാം, ഇനി ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇനി ഒന്നുമില്ലെങ്കിൽ അവനൊരു കലാകാരനല്ലേ. അവൻ കഞ്ചാവാണോന്ന് എൻ്റെ സംശയം. ഒരു പ്രോപ്പർ പ്രപ്പോസൽ കിട്ടിയ പേസോ. ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. ദാ പോവാ. അളിയാ, സത്യത്തിൽ നീ ആരാ നോക്കുന്നേ? എന്നിട്ട് പൊട്ടാ, നിനക്ക് ഇത് മനസ്സിലായിട്ടില്ലേ? എടാ വെള്ളല്ലേ. പിന്നെ എനിക്ക് നോക്കിയിരിക്കല്ലേ പോണി. എന്റെ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് ഇന്ത്യനെ കൊല്ലണോ നായകനെ കൊല്ലണോ ആലോചിച്ചിരിക്കുക. എൻ്റെ അടിയിൽ അവനൊരു പോട്ടോ. ഇവനിത് എന്തെങ്കിലും പറയുവോ? കണ്ട് മടുത്തത്. നീ നോക്കിക്കോ, ഇന്ന് അവള് വരും. അവളെ കണ്ണു നോക്കി പറയും, അതിലേത് പെണ്ണും വീഴും. എന്താ പറയാനുള്ളത്? വന്നേ, ഇന്നെങ്കിലും പറഞ്ഞാൽ ഞാൻ കയറി പറയും. എടി ഇപ്പൊ പറയുമെന്നാ തോന്നുന്നത്. അഫീറെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എടി ഒറ്റ മൈന ഇതിലൊക്കെ എൻ്റെ ഒരു തീയുള്ളൂ. അത് പിന്നെ എടാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്നാലോ? ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ? മനസ്സിലായെന്നാ തോന്നുന്നത്. നീ എന്തേലും ആക്ക് പോയിട്ട്. അതെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. നീ പോയി. ഓൾ ദി ബെസ്റ്റ്. അപ്പുറത്തെ ക്യാമറ വയ്ക്കാം, എന്നാ പിന്നെ ഇപ്പുറത്ത് വയ്ക്കണ്ടല്ലോ. ആ പൂവിൻ്റെ സീക്വൻസ് എനിക്ക് വേണം. അതിനിപ്പോൾ എന്താ ശരിയാവോ? ക്യാമറ പൊസിഷനാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ എന്നെ വേണം നോക്കി പോകും. ഇങ്ങനത് പറയുന്ന ലക്ഷണമാണെന്നല്ലോ. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാം. ഈ പാടൻ്റെ കഥയൊക്കെ എഴുതല്ലേ? ആ ഇടയ്ക്കൊക്കെ എഴുതാറുണ്ട്. നീ പറയുന്നില്ലേ? ദൈവമേ, എന്തു പറയാൻ? അല്ല, നീ പറഞ്ഞു സീനില്ല. ദൈവമേ, ആശിച്ചു മോഹിച്ച് എനിക്ക് കഥ പറയാൻ എടുത്തിട്ട് കിട്ടിയല്ലോ. പറഞ്ഞേക്കാം. ബഡൻ മൈ ബോയ്, എല്ലാം പുറത്ത് വരട്ടെ. എന്നാ ഞാൻ പറയട്ടെ, ഞാൻ കഥ പറയട്ടെ. അതെ, എൻ്റെ കഥാനായകൻ്റെ പേര് ഉമ്മൽജിത്തിൻ്റെ കഥ എൻ്റെ ജീവിതത്തിൻ്റെ ഏട് കൂടിയാണ്. ആ കഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. അല്ല, നീ പറഞ്ഞോ, പക്ഷെ നിന്റെ പേരൊന്നല്ലോ. പേരിലേക്ക് എന്തിരിക്കുന്നു കുട്ടി? അക്ഷരങ്ങളെന്നേ. പേരിലല്ല കാര്യം, കഥയിലാണ് കാര്യം. ഞാൻ കഥ പറയാം. എന്നിട്ട് എന്താ പിച്ചമ്പേ പറയുന്നേ? ഇപ്പോൾ ഒന്ന് ജീവിതകഥ പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനാണെങ്കിലും കലാകാരനില്ലേ വെറൈറ്റി. പറഞ്ഞു വരികയാണെങ്കിൽ എൻ്റെ കഥ ഒരു വല്ലാത്തൊരു കഥയാണ്. കേൾക്കുന്നവൻ്റെ കിഡ്നി പോലും സ്പർശിക്കുന്ന ഒരു കഥ. എൻ്റെ കഥയിലെ നായകൻ ഈ സാഹിത്യത്തോട് ശിവനോട് വല്ലാത്ത അഭിനിവേശമായിരുന്നു. പക്ഷേ ഈ കഥയിലെ വില്ലൻ ആരായിരുന്നു? അവൻ സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. അയാൾക്ക് അവനെ ഡോക്ടറാക്കാനായിരുന്നു ആഗ്രഹം. ഏത് നിമിഷവും പഠിക്കുമെന്ന് പറഞ്ഞ് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവന് ശല്യം സഹിക്കവയ്യാതെ അവൻ്റെ ഉള്ളിലെ സിംഹത്തെ തുറന്നു വിട്ടു. അടുത്ത ദിവസം അവൻ്റെ അമ്മയുടെ കെട്ടുതാലി പണി ചെറുതായി നാട്ടു വിട്ടു. പക്ഷേ ഒറ്റയ്ക്ക് വണ്ടി കയറി അവന് വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അവനെപ്പോലെ സിനിമാ മോഹിയായ ഒരു കൂട്ടുകാരനെ അവൻ ആ ട്രെയിനിൽ നിന്ന് കിട്ടി. പിന്നീടുള്ള യാത്ര അവർ ഒരുമിച്ചായിരുന്നു. സിനിമയിലെ രാജാക്കന്മാരായി ആകാൻ വേണ്ടി അവർ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ചെന്നൈയിലെ സ്വാമീസ് ലോഡ്ജിൽ അവർ മുറിയെടുത്തു. നമ്മൾ എല്ലാ വാതിലും മുട്ടും, തുറക്കാത്ത വാതിൽ നമ്മൾ അടിച്ചു പൊളിക്കും. അങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടിയ സന്തോഷത്തിൽ അവൻ സമാധാനമായി കിടന്നുറങ്ങി. പിന്നായിരുന്നു ആ ടിസ് നടന്നത്. രാവിലെ എണീച്ചപ്പോൾ അവൻ ആ നഗ്ന സത്യം മനസ്സിലാക്കി. സ്വാമീസ് ലോഡ്ജിൽ മുത്തുപ്പാണ്ടി കൗഡറുടെ ഇളയ മകളെ അടിച്ചുകൊണ്ട് അവൻ കടന്നു കളഞ്ഞു. അങ്ങനെ നമ്മുടെ കഥാനായകൻ പിന്നെയും ആ വലിയ നഗരത്തിൽ ഒറ്റയ്ക്കായി. ഓ, നിനക്ക് മനസ്സിലായല്ലേ? എനിക്ക് വിളിച്ചപ്പോഴും മനസ്സിലായി. ഇത്രയും സൽസ്വഭാവിയും ഗ്ലാമറുമായിട്ടുള്ള പയ്യൻ എന്തുകൊണ്ട് ഇത്ര നേരത്തെ പ്രപ്പോസ് ചെയ്തില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അതെ. അങ്ങനെ മാനസിക സംഘർഷം സഹിക്കുകയാതെ എൻ്റെ നായകൻ ബാറിൽ കയറി മദ്യപിക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു കഥയുടെ അടുത്ത വഴിത്തിരിവ്. അങ്ങനെ അവൻ അയാളെ കണ്ടുമുട്ടി. ആരായിരുന്നു അത്? അതെ, അതായിരുന്നു രഞ്ജിത്ത് ഗംഗാധരൻ. അടുത്ത വഴിത്തിരിവ്. അങ്ങനെ അവൻ അയാളെ കണ്ടുമുട്ടി. ഒരു ജില്ലക്കാർ നടന്നു വരുന്നവന്മാർ അദ്ദേഹം വന്നു. അവൻ്റെ അടുത്തൊരു സിഗരറ്റ് ഉണ്ടോ ചോദിച്ചു. ബീഡി കത്തിച്ചു കൊടുത്തു. അങ്ങനെ അവർ കൂട്ടാളികളായി. പിന്നീട് അവൻ്റെ ജീവിതം
ഗുണ്ടകൾക്കും സ്മഗ്ലേഴ്സിനും ഇടയിലെ അവരുടെ തോഴന്മാരായി മാറി. പിന്നീടുള്ള അവൻ്റെ ജീവിതം സംഘർഷഭരിതമായിരുന്നു. തുടർന്ന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു പെറ്റി കേസിൽ അടക്കപ്പെട്ടു. ബാംഗ്ലൂർ പോലീസിൻ്റെ അടി അറഞ്ചം പുറഞ്ചം കൊണ്ട് വേദന കൊണ്ട് ചത്ത അവൻ്റെ അച്ഛന് ഫോൺ വിളിച്ചു. അച്ഛാ മുടങ്ങി വരട്ടെ ഞാൻ. അച്ഛൻ പറഞ്ഞു, അമ്മയുടെ സ്വർണ്ണമല്ലാണ്ട് ഇങ്ങ് വന്ന എൻ്റെ കൈകാര്യം നല്ല പിടിക്കും. ആ വർത്താനത്ത് അത് അവനിൽ ഭീതി ഉളവാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഉറങ്ങിക്കിടന്ന അണ്ണനെയാണ് കണ്ടത്. അണ്ണൻ്റെ അരയിൽ അരഞ്ഞാണും അടിച്ചുകൊണ്ട് അടുത്ത വണ്ടിക്ക് അവൻ സ്ഥലം വിട്ടു. ഇനി നമ്മുടെ കഥ അടുത്ത വഴിത്തിരിവിലേക്ക്. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, പക്ഷെ തുടങ്ങിയല്ലേ പറ്റൂ. അതാ ഞാനാ ആകാശേ, ഇത് ഇപ്പൊ തൊട്ട് തുടങ്ങി. ഇത് സെക്കൻഡ് ഇയറിൽ നീല ടോപ്പിട്ട് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ കയറിയതാ. അതിനവൾക്ക് നീലിട്ടോപ്പില്ലല്ലോ, ഇനി എൻ്റെ എടുത്തിട്ടോ. സിനിമാ മോഹവും സന്തോഷവും വറ്റുവേണ്ട അവൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ അവൾ കടന്നു വന്നു. അവൻ്റെ ആയിഷ. ഏതോ ഭാഗത്ത് നിന്ന് അടിക്കുന്ന കാറ്റ് അവളുടെ തട്ടത്തിൻ്റെ മുടിയിലേക്ക് തട്ടി വരും. അപ്പം അവളുടെ മൊഞ്ച് കാണണം. എൻ്റെ സാറേ, അതെ, അവൻ ആ പ്രേമത്തിൻ്റെ ഗർത്തത്തിലേക്ക് ചാടി വീണു. എന്നാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലവ്സ് ക്രേസി, യുനോ. അതല്ല അവൻ്റെ കാര്യം, അവനെപ്പോഴും ഇങ്ങനെയാണോ? അവൻ്റെ കാര്യമോ? അവൻ ചെറിയൊരു സിനിമ പ്രാന്തണ്ടെന്നേ ഉള്ളൂ. ചെറുതോ? ഇതെവിടെ നമുക്ക് നമ്മളെ കാര്യം സംസാരിക്കും. കാര്യോ? അല്ല, അവസാനം നമ്മുടെ നായകൻ അടുത്ത ദിവസം ആയിഷയുടെ വീട്ടിലേക്ക് മതിൽ ചാടിപ്പോയി അവൻ്റെ പ്രണയം പറയാൻ. അതിനിടയിൽ മുണ്ട് ഊരിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, ഫസ്റ്റ് പ്രപ്പോസലിന് അവൾ എസ് പറഞ്ഞു. പിന്നീട് അവളുടെ ജീവിതം പ്രണയ സുരഭിലമായിരുന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആയിഷയുടെ എല്ലാ ഓർമ്മകളും പോയി. അവൾ അവനെ മറന്നു. അങ്ങനെ ഒരു ദിവസം അവൻ അവളെ കാണാൻ വേണ്ടി വന്നപ്പോൾ, കാക്ക നിങ്ങൾ ഏതാണ്, അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞ് അവനെ അവൾ ആട്ടിവിട്ടു. അങ്ങനെ അവൾ അവനിൽ നിന്ന് അകന്നുപോയി. അവരുടെ പ്രണയം അവിടെ തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടെന്ന നിരാശയിൽ അവൻ വീണ്ടും ആ പാടവരമ്പത്ത് കൂടെ നടന്നു. ഭൂമി തീർന്ന സിപ്പ പോലെ അവൻ്റെ ജീവിതം പിന്നെയും ഇങ്ങനെ പകച്ചു നിന്നു. ഈ പ്രേമം എന്നത് വലിയൊരു സംഭവമല്ലേ? ഇതെപ്പോഴെങ്ങാനും പറഞ്ഞു കഴിയുമോ? എനിക്ക് കുറച്ച് ടൈം കുട്ടി, എൻ്റെ ഫസ്റ്റ് ടൈം ആയത്. അപ്പോൾ ഏതേ പേരോൺ മുസ്ക് കൊള്ളാലോ, പടത്ത് കുത്തി കയറ്റിയാലോ. നീ എന്തീ കാര്യന്നേ? ഇത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് ഇനി പേടിക്കണ്ട, നിന്നോട് ഞാൻ. അങ്ങനെ വെച്ച യു മീൻ ഐ എം നോട്ട് സിംഗിൾ എനിമോർ? എൻ്റെ പൊന്നെ, വന്നത് കാര്യമായല്ലോ. മോളിസിങ് വന്നേ വാ. ഹണിമൂണിന് കൊടൈക്കനാൽ പോണോ അതോ കാശ്മീർ മതിയോ? നാണിക്കലൊക്കെ നമുക്ക് സെറ്റാക്കാം. വന്നേ. അതെന്ത് പണിയാ കാണിക്കും? നിനക്കല്ലേടാ എൻ്റെ കഥയോട് ഇത്ര പുച്ഛം. ഞാനൊരു കഥയെ പറഞ്ഞോളൂ, അവള് സെറ്റായടാ. പൊട്ടാ, നിനക്ക് പെണ്ണ് കിട്ടുന്നാ? പിന്നല്ല, നീ ഇങ്ങനെ ചൊറിഞ്ഞു കുത്തിയിരുന്നോടാ. ഞങ്ങളൊരു ഡുവറ്റ് അടിച്ചിട്ട് വരാം. തോളിസേ, എന്നാ നമുക്കെന്ന് പോയാലോ? പോട്ടടാ. എന്നാ ശരി. അയ്യോ പാവം, അവന് പറയാൻ പറ്റിയില്ലല്ലോ. അല്ല, നീ പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? എനിക്കൊന്നും ഓർമ്മയില്ല. പണ്ടത്തെ ലൈഫും ഓർമ്മകളും ഒന്നും. ചിലപ്പോൾ ഓർക്കാൻ നല്ലതൊന്നും ഇല്ലാത്തോണ്ടാവും. ചിലപ്പോ ഓർക്കാൻ കുറെ ഉള്ളതുകൊണ്ടാണെങ്കിലോ? അല്ല, നിനക്ക് നിന്റെ പണ്ടത്തെ ലൈഫൊക്കെ ഓർമ്മയുണ്ടോ? നീ എന്തൊന്നും മിണ്ടാത്തെ? നീ പ്രേമിച്ചിട്ടുണ്ടോ? എനിക്ക് നിന്നെ പോലെ എൻ്റെ പഴയ ലൈഫൊക്കെ ഒന്ന് മറക്കാൻ പറ്റിയതെങ്കിൽ എന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് മാത്രം നീ എന്താ ചെയ്തേ? എല്ലാ തവണയും പോലെ ഞാൻ അവർക്ക് റീൽസ് എടുത്ത് കൊടുത്തായിരുന്നു. മംഗളക്കുളിർ ഗംഗ എന്തിനു മുത്തേ മൂർത്താവിൽ
നോക്കട്ടെ. ചേടാ ഇത് ആമാരുടെ വെറുപ്പെങ്കിലും കണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ അവളുടെ സൗണ്ട് കേൾക്കുന്നത്. ഞാൻ അരളിമാല കൊണ്ട് നിന്നെ കെട്ടിയിട്ടാലോ. പെരുന്നാൾ നിലാവ് കൊണ്ടൊരുമാൽ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്താലോ. ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്നു സ്വന്തമാക്കുമെന്റെ സൈനബ. ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളത്തൂവൽ കൊണ്ട് കൂടു തീർക്കുമല്ലിപ്പൈങ്കിളി. ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ പോയി അങ്ങ് പറഞ്ഞു. അങ്ങനെ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ അന്നൊരു ദിവസം എന്നോടൊരു കാര്യം പറഞ്ഞു. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? നമുക്കിടെ കറങ്ങാൻ പോയാലോ? എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ റിലേഷനിലായിട്ട് ആദ്യമായിട്ട് ചോദിച്ച കാര്യമായതുകൊണ്ട് ഞാൻ അവളോട് സെറ്റാക്കാമെന്നും പറഞ്ഞു. ഓ നീ ഇവിടെ പോന്നെ? എന്നാ പിന്നെ പോകുമ്പോൾ കച്ച് ലേശം ലൂസ് അന്ന് ശ്രദ്ധിച്ചോളേ. ഓക്കെ, ഈ വണ്ടി ഓടിച്ച് വരും പിന്നെ പോയിട്ട് വരണേ. ഓക്കെ. അങ്ങനെ അവനോടും കള്ളം പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് വണ്ടി അങ്ങ് എടുത്തു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് ചെയ്തത് എൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശമായ ഒരു തീരുമാനമാണെന്ന്. ഓവർ സ്പീഡ് പോയാൽ എനിക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ആളെ രക്ഷിക്കാൻ പറ്റിയില്ല. ആക്സിഡൻ്റ് ആണെങ്കിലും ഞാൻ കള്ളം പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോയിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അതൊക്കെ ആലോചിക്കുമ്പം എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ ആരോടും മിണ്ടാതായി. കോളേജിൽ പോക്ക് നിർത്തി. വീട്ടിൽ തന്നെ ഒരേ ഇരിപ്പായി. വീട്ടിലങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് കുറേ ചിന്തിച്ച് കുറേ കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ഡേയ് നീ കണ്ട എങ്ങനെ നിൽക്കുന്ന നിനക്ക് പുതിയ ഐഡിയ കിട്ടുന്നോ?
എത്താക്കണ്ടേ രാവണ വിളി രാവണ മോളിക്ക് നമുക്ക് നീ എവിടെയായിരുന്നു? നിന്നെന്താ വിളിച്ചാൽ കിട്ടാത്ത? എൻ്റെ ഫോൺ സർവീസ് കൊടുത്തതാ. അതൊന്നല്ലേ ഇപ്പം എന്നെ വിളിക്കാൻ ഞാൻ ബസ് അച്ഛനെ ഞാൻ ഇപ്പോൾ വന്നേറിയുള്ളൂ. എൻ്റെ കാര്യം പറ. തന്നെ ഇരിക്കുന്നതാ വായി ഉണ്ണാക്കര് പല്ലും പറ. നീ എന്നെ മൗനായിരിക്കുന്നത്. നീ ഒന്നും അറിഞ്ഞില്ലേ? മഴ തന്നെ ഞാൻ എൻ്റെ അറിയോ ഞാൻ അറിഞ്ഞി പറ. എന്തോ എൻ്റെ കടന്നു കുത്തി വിളിക്കുന്നത് എൻ്റെ ഈ തിരിച്ചു പറ. നീ വെച്ചോടെ എന്ത് നീക്ക് പറ്റുണ്ടാക്കിയ വേണ്ടിട്ടുണ്ട്. അവൻ പോയടാ. എവിടെ പോയിന്ന്? അവന് വരത്തില്ല. പോയി എടീ ഞാൻ മനസ്സിലായിട്ടാ. എന്തോടൊന്ന് പറയടാ. ഇതാ പറ പോയി. എടാ കഴിഞ്ഞ ആഴ്ച ആക്സിഡന്റ് നടന്നു നീ അറിഞ്ഞില്ലേ? ഓ അറിയാം. അതിനുശേഷം അവൻ ഫുൾ ഡിപ്രസ്ഡ് ആയി. എടാ അതിനല്ലേ ഞാൻ വന്നേ കില്ലാക്ക നമുക്ക്. എടാ അവൻ കയറി തൂങ്ങി. അന്നെനിക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നിനക്ക് ഓർമ്മയില്ലാത്ത അതൊരു കണക്കിന് നല്ലതാ. പറഞ്ഞോ ശരി. ഓഹോ അങ്ങനെ പറഞ്ഞോ. എന്തുവാടി? എന്തുവാ സംഭവം? ചേട്ടൻ ചേട്ടൻ എനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്ന പോലെ. നിന്റെ ലൈഫാണോ? ശരിക്കും ഒന്ന് ഓർത്ത് നോക്കി, നിനക്ക് ഓർമ്മ വരും. എനിക്ക് എന്തൊക്കെയോ ഓർക്കാൻ പറ്റുന്നുണ്ട്. पुरवैया बोल
ചേട്ടനായിരുന്നു എനിക്കെല്ലാം. അന്നൊക്കെ എന്ത് സന്തോഷമായിരുന്നെന്ന് അറിയോ? എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോകുമായിരുന്നു. എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം എല്ലാം മാറി. ബ്രോങ്കോജനിക് കാർസിനോമ എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ലങ് ക്യാൻസർ. അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ജീവിതം ആകമൊത്തവും മാറി മറിഞ്ഞു. ഞാൻ എപ്പോഴും ചിരിച്ച് മാത്രം കണ്ടിട്ടുള്ള ചേട്ടൻ്റെ മുഖത്ത് പിന്നെ എപ്പോഴും നിസ്സഹായത മാത്രമേ. പിന്നെ എൻ്റെ ലൈഫും വീടിന് 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായിപ്പോയി. എൻ്റെ ലൈഫ് ഈ മുറിക്കും മരുന്നിനൊക്കെ ഇടയിൽ ചുരുങ്ങിയപ്പോഴത്തേക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോണ പിള്ളേരെ കാണുമ്പോൾ എനിക്കൊക്കെ ദേഷ്യവും വിഷമവും വെറുപ്പൊക്കെ വന്നു തുടങ്ങി. എനിക്ക് അവരെ പോലും ചിരിക്കാനോ കളിക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞ് എൻ്റെ അസുഖം പതിയെ പതിയെ കൂടി തുടങ്ങി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലിലായി. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവുക ഹോസ്പിറ്റലിലെ ചുവരുകളായിരിക്കും, അത് അമ്പലം പള്ളിയൊന്നുമല്ല. മരണം കാത്തു നിൽക്കെ എപ്പോഴും ഞാനും ജീവിക്കാനുള്ള ആഗ്രഹം കളഞ്ഞു കാണണം. അല്ലെങ്കിൽ എൻ്റെ ശ്വാസം കരണ്ട് നിന്ന രോഗം ഒരിക്കൽ എന്നെ മുഴുവനായി കവർന്നു നിന്നിരിക്കണം. എന്തോ എനിക്കെൻ്റെ മരണം ഓർക്കാൻ കഴിയുന്നില്ല. ചേട്ടന് ഞാനൊത്തുള്ള നല്ല കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം മതിയല്ലേ ജീവിതമാകെ മാറി മറിയാൻ. ഹോ, മനുഷ്യനായി ജീവിച്ചു തീർക്കാൻ എന്തൊരു കഷ്ടമാണ്. പറഞ്ഞു ഒരു ദിവസം പോയി അറിഞ്ഞില്ല. ഇന്നത്തോടെ ക്യാമ്പറിനും കഴിയും. തീർന്നല്ലേ? അതൊക്കെ വീട്ടിലൊന്നും പോണ്ടേ? കുറച്ച് ഇരുന്നാ മതി. അല്ല, നിങ്ങളെ പണിയൊന്നും നിർത്തിയില്ലേ? അവിടെ ഈ പണിയൊക്കെ നിർത്തി പോകാൻ വീസൊക്കെ പറഞ്ഞു. അല്ലേ ക്യാമ്പൊക്കെ കഴിയുക പോയി. പിന്നെല്ലാം നിങ്ങിട്ട് വരെ പോണോന്നോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ നമ്മുടെ പഴയ ലൈഫിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടാവുമെന്ന്? ഏയ്, അതിനൊരു ചാൻസും ഇല്ല. ഞാനാണ് എൻ്റെ ലൈഫ് മൊത്തം ജീവിച്ചെടുത്ത ഹോസ്പിറ്റലിലും എൻ്റെ റൂമിനുള്ളിലല്ലേ. നീയാണെങ്കിൽ കോളേജും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറക്കായിരുന്നില്ലേ? അത് ചാൻസ് ഇല്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പണി മൊത്തം കഴിഞ്ഞ് പട്ടിപ്പണിയായിരുന്നല്ലേ? നീയൊന്നും പറയരുത്, മനസ്സിലൊന്നായിട്ടെ. പിന്നെ എന്റെ മനസ്സോറെ നന്നായെന്നെ. പട്ടി, നീ ബോഡി പട്ടി. നിന്റെ പട്ടി ഇവിടെ ശരിക്കുള്ള പട്ടി ഉണ്ടെന്ന്. ആ കല്ലൊന്ന് എന്തെങ്കിലും എടുത്തു വെക്കേ. പട്ടിയോയി തിന്നാൻ കരിയ വെച്ച ആവശ്യം. Mm-hmm.